ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പാമീർ പീഠഭൂമിയെക്കുറിച്ചാണ്. പാമീർ പർവ്വതനിര പാമീർ പർവ്വതനിരയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പാമീർ പർവ്വതനിര മധ്യേഷ്യയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിരകളിൽ ഒന്നാണ്. അപ്പോൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മധ്യേഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടുതൽ ഭാഗവും താജിക്കിസ്ഥാനിലാണ്. പാമീർ പർവ്വതനിര അറിയപ്പെടുന്ന പേര് ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് പാമീർ പർവ്വതനിരയാണ്. പാമീർ പീഠഭൂമി എന്നും പാമീർ നോട്ട് എന്നും ഇതറിയപ്പെടുന്നു. എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ലോകത്തിന്റെ മേൽക്കൂര, പാമീർ പീഠഭൂമി, പാമീർ നോട്ട് എന്നീ 3 പേരുകളിൽ പാമീർ പർവ്വതനിര അറിയപ്പെടുന്നു. പാമീർ പർവ്വതനിരകൾ വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങൾ. ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് പാമീർ പർവ്വതനിരകൾ കടന്നു പോകുന്നത്? താജിക്കിസ്ഥാൻ, ചൈന, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ. 3 സ്ഥാനാണ്. അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ. 4 സ്ഥാനം വരുന്നുണ്ട്. താജിക്കിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, പിന്നെ ചൈന. ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ, താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, പാകിസ്ഥാൻ, ചൈന. ഈ 5 രാജ്യങ്ങളിലൂടെ പാമീർ പർവ്വതനിര കടന്നുപോകുന്നു. പാമീർ പർവ്വതനിരയിൽ നിന്ന് വിവിധ ദേശങ്ങളിലേക്ക് വ്യാപിക്കുന്ന പ്രധാന പർവ്വതനിരകൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറോട്ട് ഹിന്ദുക്കുഷ്, കിഴക്കോട്ട് കുൻലൂൻ, വടക്ക് കിഴക്കോട്ട് ടിയാൻഷാൻ, തെക്ക് പടിഞ്ഞാറ് ഹിമാലയം, കാരക്കോറം. പിന്നെ കൂടാതെ ലഡാക്ക് പർവ്വത നിരകൾ. ഇത് പാമീറിൽ നിന്ന് വിവിധ ദിശകളിലേക്ക് വ്യാപിക്കുന്ന പർവ്വത നിരകളാണ്. അവ ഏതൊക്കെയാണ്? ഹിന്ദുക്കുഷ്, ഇതാണ് പാമീർ പർവ്വതനിര. കുൻലുൻ, കാരക്കോറം, ലഡാക്ക്. നമുക്ക് മറ്റുള്ളവ നോക്കാം. ഇതാണ് പാമീർ റേഞ്ച്. ഇതാണ് ഈ വട്ടത്തിലിരിക്കുന്നതാണ് പാമീർ റേഞ്ച്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരും. ഇവിടെ നോക്കുക, ഇത് പാമീർ സെന്റർ. അപ്പോൾ ഇവിടെയാണ് ഹിന്ദുക്കുഷ്, ഇത് ഹിമാലയൻ റീജിയൻ ലഡാക്കും വരും. ഇവിടെയാണ് കുൻലുൻ, ഇവിടെയാണ് ടിയാൻഷാൻ. ഇത്രയും പർവ്വതനിരകൾ ഈ പോയിന്റ്, പാമീറിലെ ഈ പോയിന്റിൽ നിന്നും ആരംഭിക്കുന്നത് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.